ഇറാൻ ആക്രമണം നിർത്തിയിട്ടില്ല. അവരുടെ പരിമിതമായ ശേഷി ഉപയോഗിച്ച് അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ അയച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ നമുക്കറിയാവുന്നതുപോലെ യുദ്ധരംഗത്ത് അനുവദനീയമായ ഒരു സംഗതിയല്ല. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു മിസൈലിൻ്റെ അഗ്രഭാഗത്ത് 10, 30, 40 ബോംബുകൾ. ആ മിസൈൽ നിലത്ത് നല്ല പൊട്ടുക, അത് നിലത്ത് നിന്ന് ഏകദേശം ഏതാനും കിലോമീറ്ററുകൾ മുകളിൽ വെച്ച് അത് പൊട്ടുകയോ അല്ലെങ്കിൽ ഓപ്പൺ ആവുകയോ ചെയ്യും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിനകത്ത് വെച്ചിട്ടുള്ള ഒരു 10, 30 ബോംബുകളുണ്ട്. ആ 30 ബോംബുകൾ ഏകദേശം ഒരു 8 കിലോമീറ്റർ റേഡിയസിലേക്ക് ചെതറി വീഴുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലക്ഷ്യമില്ലാത്ത ഒരു മിസൈലാണ്. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് വിടുന്ന മിസൈലല്ല, ആരെങ്കിലും ചാവട്ടെ എന്ന് വിചാരിച്ച് വിടുന്നൊരു മിസൈലാണ്. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് അത്തരം സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. കാരണം യുദ്ധത്തിന് എപ്പോഴും ഒരു ടാർഗറ്റ് വേണം. ഇത് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ചാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു പട്ടണത്തിൻ്റെ മേലെ പോയി 30 ബോംബുകൾ ചെതറി വീണ് കഴിഞ്ഞാൽ അത് 30 വീടുകളുടെ മേലെയോ 30 ഹോട്ടലുകളുടെ മേലെയോ 30 സ്കൂളുകളുടെ മേലെയോ 30 ഹോസ്പിറ്റലുകളുടെ മേലെയോ ഒക്കെ പതിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിൽ അതുകൂടാതെ ഇത്തരം ബോംബുകൾ നിലത്ത് വീണ് പൊട്ടാത്തവിടെ കിടക്കും. യുദ്ധം കഴിഞ്ഞാലും ചിലപ്പോൾ ഈ മൈനൊക്കെ പോലെ പിന്നീട് ഏതെങ്കിലും സമയത്ത് കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ അതിൻ്റെ മേലെ എത്തുമ്പോഴായിരിക്കും അത് എക്സ്പ്ലോഡ് ചെയ്യുക. അതുകൊണ്ടത് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇന്നലെയും ഒന്നിലധികം ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിൻ്റെ നേരെ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട്. മിക്കവാറും ഒക്കെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഒരെണ്ണം ടെൽ-അവീവിൻ്റെ മുകളിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. അത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും പരിമിതമായ തോതിലെങ്കിലും അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയേണ്ടതാണ്. ഹിസ്ബുള്ളയുടെ 2 മിസൈലുകളും അതും ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതും ഇന്നലെ റാംല ഏരിയയിൽ, അതായത് സെൻട്രൽ ഇസ്രായേലിൽ പ്രവേശിച്ചിട്ടുണ്ട്. അത് അൺഹിൻഡേഡ് ആയിട്ടാണ്, അതായത് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അതെങ്ങനെയോ ഇവരുടെ ഡിറ്റക്റ്റിംഗ് സംവിധാനങ്ങളെ മറികടന്ന് സെൻട്രൽ ഇസ്രായേലിൽ വന്ന് പതിച്ചിട്ടുണ്ട്.